ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മാർജിനൽ കോസ്റ്റിംഗ്, അതിലെ തിയറി കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അതിൻ്റെ അവസാനം മാർജിനൽ കോസ്റ്റ് ഇക്വേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇന്ന് ആ മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് പ്രോഫിറ്റ്, അതുപോലെ ഫിക്സഡ് കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ എന്നിവ എങ്ങനെ കാണാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു ചോദ്യം നോക്കുക. അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ അസർട്ടൈൻ ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. ഇതൊന്നും പ്രോഫിറ്റ് കണ്ടെത്താൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിലുള്ള ഓരോ ഐറ്റം നമുക്ക് കണ്ടെത്താൻ പറ്റും. ആദ്യം നമുക്ക് സെയിൽസ് എന്നതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു ചോദ്യപ്രകാരം സെയിൽസ് 10 lakh, അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് 5 lakh ലെസ് ചെയ്താൽ നമുക്ക് 5 lakh കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നിന്ന് പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റും. കാരണം കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റാണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റിൽ നിന്ന് തന്നിട്ടുണ്ട്. സോ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റാണ് പ്രോഫിറ്റ്. 5 lakh മൈനസ് 3 lakh 2 lakh ആണ് ഈ ഒരു ചോദ്യപ്രകാരം പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ചോദ്യത്തിൽ നോക്കൂ, അസർട്ടൈൻമെൻറ്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് തന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. സെയിൽസ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. സെയിം പ്രൊസീജിയർ നമുക്ക് ഫോളോ ചെയ്യാം. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കണ്ടെത്താൻ പറ്റും. കാരണം കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടെത്തി. ഇനി പ്രോഫിറ്റ് കോസ്റ്റിന് തന്നിട്ടുണ്ട്. സോ ഫിക്സഡ് കോസ്റ്റാണ് കാണാനുള്ളത്. അപ്പോൾ കോൺട്രിബ്യൂഷനിൽ നിന്ന് പ്രോഫിറ്റ് ലെസ് ചെയ്താൽ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കിട്ടും. കോൺട്രിബ്യൂഷൻ കണ്ടെത്തിയത് 6 lakh മൈനസ് പ്രോഫിറ്റ് 3 lakh ചെയ്താൽ നമുക്ക് 3 lakh ഫിക്സഡ് കോസ്റ്റ് കിട്ടും. ഇനി ഒരു ചോദ്യം നോക്കൂ, അസർട്ടൈൻമെൻറ്റ് ഓഫ് വേരിയബിൾ കോസ്റ്റ്. ഈ മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വേരിയബിൾ കോസ്റ്റ് കണ്ടെത്താനുള്ളത്? കോസ്റ്റിൽ നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട് 10 lakh, ഫിക്സഡ് കോസ്റ്റ് 3,50,000, പ്രോഫിറ്റും 1 lakh. ഇതിൽ നമുക്ക് കാണാൻ പറ്റുള്ള വേരിയബിൾ കോസ്റ്റാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മൾ കോൺട്രിബ്യൂഷനാണ് ഇവിടെ കാണേണ്ടത്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റാണ് കോൺട്രിബ്യൂഷൻ. ക്വസ്റ്റ്യനിൽ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റും തന്നിട്ടുണ്ട്. പരസ്പരം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4,50,000 കോൺട്രിബ്യൂഷൻ കിട്ടും. നമ്മുടെ കാണാൻ പറഞ്ഞുള്ളത് വേരിയബിൾ കോസ്റ്റാണ്. വേരിയബിൾ കോസ്റ്റ് നമുക്കറിയാം സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ സെയിൽസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് കിട്ടാൻ വളരെ ഈസിയാണ്. സെയിൽസിൽ നിന്ന് കോൺട്രിബ്യൂഷൻ ലെസ് ചെയ്താൽ നമുക്ക് വേരിയബിൾ കോസ്റ്റ് കിട്ടും. കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടെത്തി. അതുപോലെ സെയിൽസ് കോസ്റ്റിൽ തന്നിട്ടുണ്ട്. സെയിൽസ് 10 lakh മൈനസ് നമ്മൾ കണ്ടെത്തിയ കോൺട്രിബ്യൂഷൻ 4,50,000. അപ്പോൾ ആൻസർ നമുക്ക് വേരിയബിൾ കോസ്റ്റ് 5,50,000 കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളൊരു മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് പ്രോഫിറ്റ്, ഫിക്സഡ് കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ, വേരിയബിൾ കോസ്റ്റ് എന്നിവ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് പറയാനുള്ളതാണ് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് നോക്കാം. മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കിൽ പ്രോഫിറ്റ് കണ്ടെത്താൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട്സ് ഫ്രം സെയിൽസ് ഫ്രം വിച്ച് വേരിയബിൾ കോസ്റ്റ് ആർ ഡിഡക്റ്റഡ്. അഥവാ സെയിൽസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ നിന്ന് ആദ്യം നമ്മൾ വേരിയബിൾ കോസ്റ്റ് കുറക്കുന്നു. വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. ആ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഈ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു ചോദ്യം നോക്കൂ. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു ദി ഇയർ 2015 അസർട്ടൈൻ പ്രോഫിറ്റ് ബൈ പ്രിപ്പയറിംഗ് എ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ തന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് 2015 പ്രകാരമുള്ള ലാഭം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിലുള്ള ലാഭം എത്രയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ ഔട്ട്പുട്ട് 10,000 പെർ യൂണിറ്റ് അഥവാ ഔട്ട്പുട്ട് 10,000 യൂണിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ പെർ യൂണിറ്റ് 7, ഡയറക്റ്റ് വേജസ് പെർ യൂണിറ്റ് 5, വേരിയബിൾ ഓവർഹെഡ് പെർ യൂണിറ്റ് 3, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 20, ഫിക്സഡ് കോസ്റ്റ് ഫോർ ദി ഇയർ 30,000. എങ്ങനെയാണ് ഇത് വെച്ചിട്ട് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പർട്ടിക്കുലർ കോളം കൊടുക്കുന്നു, പിന്നെ 2 കോളം, ഒന്ന് പെർ യൂണിറ്റ്, മറ്റൊന്ന് ടോട്ടൽ. അപ്പോൾ ആദ്യം നമുക്ക് പെർ യൂണിറ്റ് കൊടുക്കുക, രണ്ടാമത്തെ കോളം ടോട്ടൽ. സെയിൽസ് നമുക്കറിയാം പെർ യൂണിറ്റ് 20 ആണ്. ടോട്ടൽ വരിക
ഒരു യൂണിറ്റിന് 20 ആകുമ്പോൾ ഔട്ട്പുട്ട് 10,000 യൂണിറ്റാണ്. അതുകൊണ്ട് 20 ഇൻറ്റു 10,000 അങ്ങനെ 2 ലാക്കാണ് ടോട്ടൽ വരിക. ലെസ് സെയിൽസിൽ നിന്ന് നമ്മൾ കുറയ്ക്കേണ്ടത് വേരിയബിൾ കോസ്റ്റാണ് ലെസ് ചെയ്യേണ്ടത്. വേരിയബിൾ കോസ്റ്റായിട്ട് ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ പെർ യൂണിറ്റ് വന്നിട്ടുണ്ട്. ഒരു യൂണിറ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ 7 രൂപയാണ്. അപ്പോൾ 7 ഇൻറ്റു 10,000 70,000 ആണ് ടോട്ടൽ വരിക. അതുപോലെ ഡയറക്റ്റ് വേജസ് പെർ യൂണിറ്റ് നമുക്ക് തന്നിട്ടുള്ളത് 5 റുപ്പീസാണ്. സോ 5 ഇൻറ്റു 10,000 50,000 ആണ് വരിക. അതുപോലെ വേരിയബിൾ ഓവർ ഹെഡ് 3 പെർ യൂണിറ്റ് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 3 ഇൻറ്റു 10,000 30,000 ആണ് വരുന്നത്. അങ്ങനെ നമുക്ക് ടോട്ടൽ വേരിയബിൾ ഓവർ ഹെഡ് പെർ യൂണിറ്റിൽ കിട്ടുന്നത് 15 രൂപയാണ്. അഥവാ 7 + 5 + 3 15. ടോട്ടൽ വരുന്നത് 1,50,000 ആണ്. സോ നമുക്ക് വേരിയബിൾ ഓവർ ഹെഡ് അഥവാ വേരിയബിൾ കോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെയിൽസിൽ നിന്ന് വേരിയബിൾ ഓവർ ഹെഡ് അഥവാ വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. പെർ യൂണിറ്റിലാണെങ്കിൽ സെയിൽസ് 20 പെർ യൂണിറ്റ്. ആ 20-ൽ നിന്ന് 15 വേരിയബിൾ ഓവർ ഹെഡ് ലെസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ 5 ആണ്. ടോട്ടൽ നോക്കുമ്പോൾ സെയിൽസ് 2 ലാക്കാണ് ടോട്ടൽ. അതിൽ നിന്ന് വേരിയബിൾ ഓവർ ഹെഡ് 1,50,000 ലെസ് ചെയ്താൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത് 50,000 50,000 ആണ്. ആ 50,000-ൽ നിന്ന് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ഫോർ ദി ഇയർ 30,000 നമുക്ക് തന്നിട്ടുണ്ട്. ആ 30,000 ലെസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതാണ് 20,000 പ്രോഫിറ്റ്. അപ്പം ഇങ്ങനെയാണ് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം പ്രോഫിറ്റ് കണ്ടെത്തേണ്ടത്. ഇനി ഈ ഒരു ചോദ്യം നോക്കൂ. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ചോദ്യത്തിൽ സെയിൽസ് 6 ലാക്ക്, ഡയറക്റ്റ് മെറ്റീരിയൽസ് 1,50,000, ഡയറക്റ്റ് വേജസ് 1,25,000, വേരിയബിൾ ഓവർ ഹെഡ് 1 ലാക്ക്, പ്രോഫിറ്റ് 1,25,000. ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. സെയിൽസ് 6 ലാക്ക് ക്വസ്റ്റ്യൻ തന്നതുപോലെ എഴുതി. ലെസ് വേരിയബിൾ കോസ്റ്റ്, അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റാണ് കുറയ്ക്കേണ്ടത്. ഒന്ന് ഡയറക്റ്റ് മെറ്റീരിയൽസ് 1,50,000, ഡയറക്റ്റ് വേജസ് 1,25,000, വേരിയബിൾ ഓവർ ഹെഡ് 1 ലാക്ക്. അത് മൂന്നും ആഡ് ചെയ്താൽ 3,75,000 ഉണ്ടാകും. അപ്പോൾ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് 3,75,000 ലെസ് ചെയ്താൽ നമുക്ക് കോൺട്രിബ്യൂഷനായിട്ട് കിട്ടുന്നത് 2,25,000. കോൺട്രിബ്യൂഷനിൽ നിന്ന് നമുക്കറിയാം നമുക്ക് പ്രോഫിറ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആ കോൺട്രിബ്യൂഷനിൽ നിന്ന് പ്രോഫിറ്റ് ലെസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് ആയിരിക്കും. സോ കോൺട്രിബ്യൂഷൻ 2,25,000 മൈനസ് പ്രോഫിറ്റ് 1,25,000. വി ഗെറ്റ് ഫിക്സഡ് കോസ്റ്റ് 1 ലാക്ക്. കാരണം കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ചെയ്താൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. അപ്പോൾ കോൺട്രിബ്യൂഷനിൽ നിന്ന് പ്രോഫിറ്റ് കുറച്ചാൽ ഫിക്സഡ് കോസ്റ്റ് കിട്ടും, ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റും കണ്ടെത്താൻ പറ്റും. ഇനി ഒരു ചോദ്യം നോക്കൂ. യു ആർ ഗിവൺ ദ ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു എ കമ്പനി ഫോർ ദി ഇയർ 2011. ഔട്ട്പുട്ട് 20,000 യൂണിറ്റ് ആണ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 12, ഡയറക്റ്റ് മെറ്റീരിയൽ പെർ യൂണിറ്റ് 5, ഡയറക്റ്റ് ലേബർ പെർ യൂണിറ്റ് 2, വേരിയബിൾ ഓവർ ഹെഡ് പെർ യൂണിറ്റ് ₹1. ഫിക്സ്ഡ് കോസ്റ്റ് ഫോർ ദി ഇയർ 60,000. കാൽക്കുലേറ്റ് ടോട്ടൽ മാർജിനൽ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ, പ്രോഫിറ്റ്. ഈ തന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് നമ്മോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ മാർജിനൽ കോസ്റ്റ് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ കോൺട്രിബ്യൂഷൻ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എങ്ങനെയാണ് മാർജിനൽ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ, പ്രോഫിറ്റ് കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മളൊരു പർട്ടിക്കുലർ കോളം, ദെൻ പെർ യൂണിറ്റ്, ടോട്ടൽ, ഇങ്ങനെ 2 കോളം കൊടുക്കുന്നു. ഔട്ട്പുട്ട് 20,000 യൂണിറ്റ് എന്ന് നമുക്കറിയാം. സോ സെയിൽസ് പെർ യൂണിറ്റ് 12, അത് യൂണിറ്റ് കോളത്തിൽ എഴുതി. ടോട്ടൽ കോളത്തിൽ 12 ഇൻറ്റു 20,000 യൂണിറ്റ് ആയതുകൊണ്ട് 12 ഇൻറ്റു 20,000 2,40,000. ലെസ്, അതിൽ നമുക്ക് കുറക്കാനുള്ളത് മാർജിനൽ കോസ്റ്റ് അഥവാ വേരിയബിൾ കോസ്റ്റായിട്ട് കുറക്കാനുള്ളത് ഡയറക്റ്റ് മെറ്റീരിയലാണ്. പെർ യൂണിറ്റ് 5 ആണ്. സോ 5 ഇൻറ്റു 20,000 1 ലാക്കാണ് ടോട്ടൽ വരിക. ഡയറക്റ്റ് ലേബർ പെർ യൂണിറ്റ് 2 ആണ്. സോ 2 ഇൻറ്റു 20,000 40,000 ടോട്ടൽ. ഡയറക്റ്റ് എക്സ്പെൻസ് പെർ യൂണിറ്റ് ₹1 ആണ്. സോ 1 ഇൻറ്റു 20,000 ടോട്ടൽ കോളത്തിൽ 20,000. അങ്ങനെ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് നമുക്ക് കിട്ടുന്നത് 5 + 2 + 1 8 ആണ്. അതുപോലെ തന്നെ
ടോട്ടൽ കോളത്തിൽ 1 lakh പ്ലസ് 40,000 പ്ലസ് 20,000 ഇസ് ഈക്വൽ ടു 1,60,000. അപ്പോൾ നമുക്ക് 12 റുപ്പീസാണ് സെയിൽസ് പെർ യൂണിറ്റ്. അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് 8 ലെസ് ചെയ്താൽ പെർ യൂണിറ്റ് 4 ആണ് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ ടോട്ടലിൽ നിന്ന് 2,40,000 സെയിൽസിൽ നിന്ന് 1,60,000 വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ 80,000 ആണ് കോൺട്രിബ്യൂഷൻ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ആ കോൺട്രിബ്യൂഷനിൽ നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റ് 60,000 ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. അത് കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുന്നത് 20,000 ആണ് പ്രോഫിറ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കാണാൻ പറഞ്ഞത് ടോട്ടൽ മാർജിനൽ കോസ്റ്റാണ് കാണാൻ പറഞ്ഞിരുന്നത്. അത് നമുക്ക് 1,60,000 നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്നുള്ളത്, കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് 2,40,000 സെയിൽസിൽ നിന്ന് 1,60,000 വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് കോൺട്രിബ്യൂഷൻ 80,000 ആണ്. അത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ പ്രോഫിറ്റ് 20,000. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനിൽ മാർജിനൽ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ, പ്രോഫിറ്റ് തുടങ്ങിയവ നമ്മൾ കാണാൻ പറഞ്ഞാൽ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേത് ഐറ്റവും കണ്ടെത്താൻ പറ്റും.